വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലം കേക്ക് റെസിപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണല്ലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണിത്. ഈ ഒരു പ്ലം കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് 1/4 കപ്പ് കറുത്ത ഉണക്കമുന്തിരിയുണ്ട്, പിന്നെ 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, 3 ടേബിൾ സ്പൂൺ ചെറീസ്, 3 ടേബിൾ സ്പൂൺ ഈത്തപ്പഴം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. പ്ലം കേക്കിന് എപ്പോഴും കറുത്ത ഉണക്കമുന്തിരിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഇതൊരു 5 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. ഇനി കേക്കിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഈ സമയം ലോ ഫ്ലെയിമിലായിരിക്കാം ശ്രദ്ധിക്കണം. ഇപ്പോൾ പഞ്ചസാര കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഡാർക്ക് കളർ ആവണം. അധികം ഡാർക്കായാൽ കയ്പരസം വരും. ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഇതിലേക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളം മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ബീറ്റ് ആയതിനു ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം അധിക നേരം ബീറ്റ് ചെയ്യരുത്. നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയി കിട്ടില്ല. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു മാറ്റിയെടുക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്ലം കേക്കിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമായിരിക്കും. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റിയെടുക്കാം. ഇനി ഇതൊരു സ്പാച്ചില വെച്ച് ഉരുക്കൂട്ടിയെടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് തൊലി ചീകി എടുത്തതാണിത്. ഇതിന്റെ വൈറ്റ് ഭാഗം പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുറച്ച് സമയം ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ സോക്ക് ചെയ്യാൻ വെച്ച ഡ്രൈ ഫ്രൂട്ടിലെ ജ്യൂസ് ഒന്ന് അരിച്ച് മാറ്റണം. ഈ ജ്യൂസ് കളയേണ്ട. ബാറ്റർ അധികം തിക്കായിട്ടുള്ളതാണെങ്കിൽ അവസാനം ഒഴിച്ചു കൊടുക്കാം.
ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നത് ബേക്ക് ചെയ്തു വരുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്പം ബദാമും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ബാറ്ററിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഞാനിതിലേക്ക് ബാക്കി വന്ന ഓറഞ്ച് ജ്യൂസൊന്നും ഒഴിച്ചിട്ടില്ല. ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. സാധാരണ കേക്ക് ബാറ്ററിൽ നിന്നും അല്പം വ്യത്യാസമായിരിക്കും പ്ലം കേക്കിൻ്റെ ബാറ്റർ. ഇനി ഒരു ഗ്രീസ് ചെയ്ത ബട്ടർ പേപ്പർ വെച്ച കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടായിരിക്കണം ബാറ്റർ. എയർ ബബിൾസ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായി ഭംഗിക്ക് വേണ്ടി അണ്ടിപ്പരിപ്പും സെൻറ്ററിൽ ഒരു ചെറീസും വെച്ച് കൊടുക്കാം. ഓവനില്ലാതെയാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി ഒരു ഇഡ്ഡലി സ്റ്റീമർ പ്രീ ഹീറ്റാക്കാൻ വെച്ച് കൊടുത്തിരുന്നു. ഇതിനുള്ളിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്ന് ഇതിലോട്ട് ഇറക്കി വെക്കാം. ഇനി ഇത് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം. എനിക്ക് ബേക്ക് ചെയ്തെടുക്കാൻ 1.25 മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കാം. നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. OTG ഓവനിലാണെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കിയതിന് ശേഷം 40 മുതൽ 50 മിനിറ്റ് സമയം വരെ ബേക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ കൺവെൻഷനിലാണെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കിയതിന് ശേഷം ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് കേക്ക് ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ക്രിസ്തുമസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പ്ലം കേക്ക് വാങ്ങാൻ ഇനി ബേക്കറിയിലേക്കൊന്നും പോവേണ്ട. ഞാൻ ഈ കേക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. വൈകുന്തോറും കേക്കിന് ടേസ്റ്റ് കൂടും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് വെച്ചാൽ മതി. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഓറഞ്ച് ഫ്രഷ് ജ്യൂസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. 2-3 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.